ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. 10 മാർക്കിന്റെ ഫുൾ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയ്യോ, സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് വലുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. സംഭവം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ പോകുന്ന വഴികളൊക്കെ പറഞ്ഞുതരാനുള്ളത് കൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ കുറച്ച് വലുപ്പമായി പോകുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചുതരാം. ദ ഫോളോയിങ് ഡാറ്റ റെഫേഴ്സ് ടു സമ്മർ എയർ കണ്ടീഷനിങ്. അത് ചൂട് കാലത്തുള്ള എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഔട്ട്സൈഡ് റൂം കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ട് സൈഡ് റൂം കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 43 ഡിഗ്രി സെൽഷ്യസ്. കാരണം സമ്മർ സീസണാണ്, നമുക്ക് ഊഹിക്കാം 43 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാവും. അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിട്ടുള്ള. പിന്നെ 27 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഈ രണ്ട് സാധനമാണ് എനിക്ക് ഔട്ട് ഡോർ കണ്ടീഷനിൽ തന്നില്ല. അതായത് നമ്മളെ റൂമിന്റെ പുറത്തുള്ള അവസ്ഥ. ഇനി ഇൻസൈഡ് റൂം കണ്ടീഷൻ, അതായത് റൂമിന്റെ ഉള്ളിലുള്ള അവസ്ഥ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആക്കിയത്? 25 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഞാൻ മാറ്റിയത്. 25 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിയാൽ മതിയല്ലോ, നമുക്ക് മാർക്ക് ചെയ്യാമല്ലോ ധൈര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ 2 പോയിന്റ് വരുന്നത്. ഫസ്റ്റ് ഔട്ട്ഡോർ കണ്ടീഷൻ തരുന്ന സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ആയിരുന്നു തന്നത്. കാരണം ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിയാൽ എനിക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും ധൈര്യത്തിൽ. അതേപോലെ തന്നെ ഇൻസൈഡ് റൂം കണ്ടീഷൻ എനിക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ് തന്നിട്ടുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസും മറ്റേ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ അതുവരെ ക്ലിയർ ആണ്. അതുവരെ നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് എന്താണ് നടന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എന്താണെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാം. കാരണം പുറത്തൊരു കണ്ടീഷൻ ഉണ്ട്, 43 ഡിഗ്രി സെൽഷ്യസ് ആണ്, സമ്മർ സീസൺ ആണ്, ചൂട് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇൻസൈഡ് റൂം കണ്ടീഷൻ ആയിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ സാധാരണ റൂമിൽ AC ഒക്കെ വെക്കും. നമുക്കൊരു സെറ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ്. ഇനി അടുത്തത് വന്നിട്ടുള്ള വെച്ചാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഗെയിൻ. അതായത് റൂമിലുള്ള സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ചാൽ എത്ര വന്നിട്ടുണ്ട്? 8400 84,000 കിലോ ജൂൾ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത്. പെർ ഹവറാണേ, ശ്രദ്ധിക്കണം, സെക്കൻഡിലല്ല. 8400 കിലോ ജൂൾ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ റൂമിലുള്ള ലാറ്റന്റ് ഹീറ്റ്, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ ടോയ്ലറ്റിൻ്റെ അകത്തുനിന്ന് അവിടെ നിന്നൊക്കെ വാട്ടർ വേപ്പർ നീരാവിയായിട്ട് വരുന്ന ഹീറ്റ്. അങ്ങനെയുള്ള ഹീറ്റ് 21,000 കിലോ ജൂൾ പെർ ഹവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഹീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം? ടോട്ടൽ ഹീറ്റ് എന്ന് വെച്ചാൽ എത്രയാണ്? സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ്, ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിലെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത്. ഈ ഹീറ്റിനെയാണ് നമ്മൾ ശരിക്കും തണുപ്പിക്കേണ്ടത്. ഇത്രയും ഹീറ്റ് ആ റൂമിൻ്റെ ഉള്ളിലുണ്ട്, അതിനെ തണുപ്പിക്കണം. അപ്പൊ അന്നേരത്ത് നമുക്ക് വേറെ തന്നിട്ടില്ല. ബൈപ്പാസ് ഫാക്ടർ ഓഫ് കൂളിംഗ് കോയിൽ തന്നിട്ടുണ്ട് 0.2 ആണ്. കൂളിംഗ് കോയിലിന്റെ ബൈപ്പാസ് ഫാക്ടർ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പോരാത്തതിന് അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇത്ര വരെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ റിട്ടേൺ എയർ ഫ്രം റൂം ഈസ് മിക്സ്ഡ് വിത്ത് ഔട്ട്സൈഡ് എയർ ബിഫോർ എൻ്ററിങ് കൂളിംഗ് കോയിൽ. എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ എയർ, റൂമിന്റെ ഉള്ളിൽ ഓൾറെഡി തണുത്തിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് മിക്സ്ഡ് വിത്ത് ഔട്ട്സൈഡ് എയർ, അതായത് പുതിയതായിട്ട് വരുന്ന എയറിനെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ബിഫോർ എൻ്ററിങ് കൂളിംഗ് കോയിൽ, കൂളിംഗ് കോയിലിൽ എത്തുന്നതിനെക്കാട്ടി മുമ്പിട്ട് നമുക്ക് അങ്ങനെ ഒരു മിക്സിംഗ് പ്രോസസ് നടക്കുന്നുണ്ട്. അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:1 എന്ന് പറഞ്ഞാൽ, അതായത് 4 കഷ്ണം റിട്ടേൺ എയർ 4 പീസ് ഉണ്ട്. ഒരു പീസ് മാത്രമേ എന്തുള്ളൂ? നമ്മളെ ഫ്രഷ് എയർ ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. 4 കഷ്ണം റിട്ടേൺ എയർ, ഒരു കഷ്ണം മാത്രം നമ്മളെ പുതിയതായിട്ട് വരുന്ന എയർ. ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇവിടെ മിക്സിങ് നടത്തിയിട്ടുള്ളത്. അതാണ് 4:1 എന്ന് പറഞ്ഞ റേഷ്യോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 കഷ്ണം റിട്ടേൺ എയറും ഒരു കഷ്ണം നമ്മളെ റൂമിന്റെ ഉള്ളിലുള്ള എയർ.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മൊത്തം 5 പീസാണ് ഉള്ളത്. 5 പീസിന്റെ അകത്ത് 4 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് വന്ന എയർ, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന എയർ. ഒരു പീസ് മാത്രം നമ്മൾ പുതിയതായിട്ട് എടുക്കുന്നത്. ഡിറ്റർമൈൻ ADP ഓഫ് കൂളിംഗ് ഓയിൽ. കൂളിംഗ് ഓയിലിന്റെ ADP കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിറ്റ് ആൻഡ് എൻട്രി കണ്ടീഷൻ ഓഫ് എയർ ഫോർ കൂളിംഗ് ഓയിൽ. കൂളിംഗ് ഓയിലിന്റെ തുടക്കത്തിലും അവസാനവും എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ ഫ്രഷ് എയർ മാസ് ഫ്ലോ റേറ്റ്, പുതിയതായിട്ട് നമ്മൾ എത്ര എയറിനെ വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഫ്ലോ റേറ്റും ലാസ്റ്റ് കൂളിംഗ് ഓയിലിന്റെ ലോഡും ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അത് തന്നെ നമുക്കൊരു ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചിത്രം വരച്ചറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചത് ചിത്രം തന്നെയാണ്. ഇത് ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സമയം പറഞ്ഞതിന്റെ ഒരു ചിത്രം വരയ്ക്കാം. എനിക്ക് തന്നിട്ടുള്ള വെച്ചാൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് മാത്രമേ വരയ്ക്കുള്ളൂ. നമ്മൾ ഔട്ട് സൈഡിലുള്ള എയർ അതാണ് ഔട്ട് സൈഡ് എയർ. ഔട്ട് സൈഡ് എയർ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ ബാക്കിയുള്ള വഴികളിലൂടെയൊക്കെ കടന്നിട്ട് ഒടുവിൽ നമ്മൾ എവിടത്തേക്ക് എത്തുന്നുണ്ട്. നമ്മളെ സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു കൂളിംഗ് കോയിലാണ് മെയിനായിട്ട്, വേറെ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ കൂളിംഗ് കോയിൽ ഇവിടെയുണ്ട്. കൂളിംഗ് കോയിൽ മാത്രമേ വെക്കുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. കൂളിംഗ് കോയിൽ വഴി കടന്നു വരുന്ന എയർ നേരെ നമുക്ക് ഏത് റൂമാണോ തണുപ്പിക്കേണ്ടത് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഫാനൊക്കെ വഴി കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. ഇതാണ് നമ്മളെ റൂം. ഇതിൻ്റെ ഉള്ളിൽ ആര് കിടക്കുന്നുണ്ട്? നമ്മൾ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ള ഒരു ബെഡൊക്കെ ഇട്ടിട്ട് മനുഷ്യന്മാരൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ എയർ തിരിച്ച് പോന്നതാണ്. ഈ എയർ തണുപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് പുറത്തേക്ക് പോകേണ്ടതാണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വിടേണ്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ചെറിയ പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഔട്ട് സൈഡ് എയർ ആയിട്ട് മിക്സിങ് നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയാ റീസർക്കുലേറ്റഡ് എന്ന് പറയാം. റീസർക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ റീസർക്കുലേറ്റഡും പിന്നെ അങ്ങനെയുള്ള ഔട്ട് സൈഡ് എയറും കൂടി ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞ കൂളിംഗ് ഓയിലിലേക്ക് പിന്നെ അങ്ങോട്ടേക്കുള്ള പ്രോസസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പാത്ത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പാത്ത് വരുന്നത് വെച്ചാൽ ഒരു കഷ്ണം ഔട്ട് സൈഡ് എയർ, ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു കിലോഗ്രാം പെർ സെക്കൻഡ് ആണെന്നായിരിക്കും. 1 കിലോഗ്രാം പെർ സെക്കൻഡ് ഔട്ട് സൈഡ് എയർ എടുക്കുന്നുണ്ടെങ്കിൽ റീസർക്കുലേറ്റഡ് എയർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 4 കിലോഗ്രാം പെർ സെക്കൻഡ്. കാരണം 4:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണുള്ളത്. അപ്പൊ മൊത്തം എത്ര കഷ്ണം ഇവിടെ ഉള്ളിലെ കൂളിംഗ് ഓയിലിലേക്ക് കൊടുക്കുന്നുണ്ട്? 5 കിലോഗ്രാം പെർ സെക്കൻഡ് അത്രയും കൂളിംഗ് ഓയിലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ 5 കിലോഗ്രാം പെർ സെക്കൻഡിലുള്ള സാധനം ഇങ്ങനെ റൂം വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ ചൂടൊക്കെ വലിച്ചെടുത്ത് തിരിച്ച് പുറത്തേക്ക് പോകും. അതിൻ്റെ അകത്ത് പിന്നെയും ഒരു 4 കഷ്ണം ഇങ്ങോട്ടേക്ക് തന്നെ വരും, 1 കഷ്ണം പുറത്തുനിന്ന് എടുക്കും. അങ്ങനെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ റീസർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഞാൻ ഈ 5 കിലോവും 4 കിലോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. നമുക്കതിന് ഡിസൈൻ കണ്ടീഷൻസ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഔട്ട് സൈഡ് എയർ കണ്ടീഷൻ എനിക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് സൈഡ് എയറിന്റെ പ്രത്യേകത 43 ഡിഗ്രി സെൽഷ്യസ് DBT, പിന്നെ തന്നിട്ടുള്ള 27 ഡിഗ്രി സെൽഷ്യസ് WBT. അതൊക്കെയാണ്. അങ്ങനെ അത് കൂളിംഗ് ഓയിലിലേക്ക് പോകുന്നുണ്ട്. കൂളിംഗ് ഓയിലിന്റെ ടെമ്പറേച്ചർ ഒന്നും എനിക്ക് തന്നിട്ടില്ല. പകരം എനിക്ക് തന്നിട്ടുള്ളത് ഇൻസൈഡ് റൂം കണ്ടീഷൻ, അതായത് റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ. റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ എനിക്ക് തന്ന എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ് റൂമിന്റെ ഉള്ളിലാണ്. 25 ഡിഗ്രി സെൽഷ്യസ് DBT, പിന്നെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ ഇതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് പുറത്തേക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയ സാധനത്തിന്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല. അതേപോലെ തന്നെ കൂളിംഗ് ഓയിലിന്റെ അകത്ത് നിന്ന് എത്രയായിരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടോ കണ്ടീഷൻ, അതും എനിക്കറിയില്ല. ഈ റൂമിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ തണുപ്പിച്ച അവസ്ഥയാണ് എനിക്ക് അറിയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂളിംഗ് ഓയിലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് എനിക്ക് അറിയില്ലേ.
കൂളിംഗ് കോയിലിനകത്ത് നിന്ന് വന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല ഈ റൂമിന്റെ ഉള്ളിൽ ഉണ്ടാവുക. റൂമിന്റെ ഉള്ളിൽ കാരണം കേരിയ വാർഡനിയുടെ മനുഷ്യന്മാരും നമ്മളെ എക്യുപ്മെന്റ്സും ടിവിയും ഫ്രിഡ്ജും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അകത്തു നിന്നൊക്കെ ചൂട് വലിച്ചെടുത്തുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് 25°C DBT എന്ന് പറയുന്നത്. ആ റൂമിലെ അവസ്ഥ, അല്ലാണ്ട് കൂളിംഗ് കോയിലിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള അവസ്ഥയല്ലേ. മാറിപ്പോകരുത്. കൂളിംഗ് കോയിലിൻ്റെ അകത്ത് നിന്ന് കടന്നു കിട്ടിയ പാട് ചിലപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക 20°C ഒക്കെ ആയിരിക്കും കൂളിംഗ് കോയിലിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, ആ റൂം ഡിസൈൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ റൂമിന്റെ ഉള്ളിലുള്ള അവസ്ഥയാണ്. മനുഷ്യന്മാരടിക്കുന്ന ചൂടൊക്കെ വലിച്ചെടുത്തിട്ടുള്ള അവസ്ഥ. അതാണ് 25°C 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഗ്രാഫിന്റെ അകത്ത് നമുക്ക് ധൈര്യമായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിന്റെ അകത്ത് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എടുക്കുന്നു. ഗ്രാഫ് കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു. ഔട്ട്സൈഡ് എയർ തന്നിട്ടുള്ളത് 43 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാഫിന്റെ ഏറ്റവും താഴത്തെ ഇതാണ് നമ്മളെ 43°C വരുന്നത്. ഏറ്റവും അടിയിൽ കാണാം 43°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആയിട്ടുള്ള 27 ആണ്. അപ്പൊ നമുക്ക് 20 ഇവിടെ കാണുന്നുണ്ട്. തൽക്കാലം ഇതൊന്ന് വരച്ചിട്ട് തന്നെ കാണിച്ചു തരാം. എടുക്കുന്നത് അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. 43 എവിടെയായിരുന്നു വരുന്നുണ്ടേ. 43ന്റെ ഇടയ്ക്ക് ഈ ഒരു പോയിന്റും ഇങ്ങനെ പോകുന്ന പോയിന്റും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, മൈൻഡ് ആക്കണ്ട. 27°C ഇവിടെ 20 ഉണ്ട്, 25 ഉണ്ട്, 26, 27 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എടുക്കുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ നിന്നായിരിക്കും. എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ ചുവപ്പ് കളർ കാണുന്ന ലൈനിൽ കൂടിയാണ് പോകേണ്ടത്. അത് രണ്ടും കൂടി പോയിട്ട് മുട്ടുന്ന സ്ഥലം എനിക്ക് മനസ്സിലായി എവിടെയാണ്. എല്ലാവർക്കും ഓക്കെ ആയിരിക്കും, കാണുന്നുണ്ടാവും. ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ്. ആ പോയിന്റിന്റെ പേരാണ് എന്ത്? ഔട്ട്ഡോർ കണ്ടീഷനാണ്. ഔട്ട്ഡോർ കണ്ടീഷൻ. ഔട്ട് ഡോർ പുറമേയുള്ള അവസ്ഥ കണ്ടീഷൻ. അതുകൊണ്ട് ഞാൻ തൽക്കാലം O എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. O എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്ഡോർ കണ്ടീഷനാണ്. ഇനി ഇൻസൈഡ് റൂം കണ്ടീഷൻ എന്താ ആയിട്ടുള്ളത്? 25°C. അപ്പൊ ഞാൻ ഇൻസൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ഇൻസൈഡ് ഞാൻ പച്ച കളറിൽ എടുക്കുന്നുണ്ട്. ഇൻസൈഡ് 25°C DBT. 25°C എന്ന് പറയുമ്പോൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ലൈന് പ്ലസ് അതവിടെ കട്ട്. ഇൻസൈഡ് 25, പിന്നെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈന്. കൂട്ടിമുട്ടുന്ന പോയിന്റ് അവിടെയാണ്. അത് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സ്ഥലത്തിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഇതാണ് നമ്മളെ ഇൻസൈഡ് റൂമിന്റെ കണ്ടീഷൻ. ഞാൻ തൽക്കാലം അതിന്റെ പേര് I എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ Iയും Oയും എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ നമ്മളെ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? പ്രോസസ്സ് നടക്കുന്നത് ഔട്ട്സൈഡ് കണ്ടീഷനാ ഇൻസൈഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരലാം. അവിടെ പോയി പോയിന്റർ. ഔട്ട്സൈഡ് കണ്ടീഷനാ ഔട്ട്സൈഡിലുള്ള സാധനത്തിനാ ഇൻസൈഡ് കണ്ടീഷനിലേക്ക് എത്തിക്കല് ഉണ്ടാവും. തൽക്കാലം ഞാൻ ബാക്കിയൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. പ്രോസസ്സ് മാത്രമേ ഞാൻ അവിടെ വെക്കുന്നുള്ളൂ. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ പ്രോസസ്സ്. തിരുട്ട് ഓക്കെ.
അവ എഴുതി തരാം. അപ്പം കാണുന്ന പോയിന്റാണ് O, ഔട്ട്സൈഡ് റൂം കണ്ടീഷൻ. ഈ കാണുന്ന പോയിന്റാണ് I, ഇൻസൈഡ് റൂം കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന പരിപാടി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്, 2 പോയിന്റ് ഔട്ട്സൈഡ് കണ്ടീഷനും ഇൻസൈഡ് കണ്ടീഷനും ഞാൻ ധൈര്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തൊക്കെയല്ലോ ചോദിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെയല്ല എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നതിന് ആദ്യം തന്നെ മുമ്പിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഹീറ്റിംഗ് അവിടെ തന്നിട്ടുണ്ട്, എത്രത്തോളം ഹീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ ഹീറ്റ് ഒക്കെ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണം. സെൻസിബിൾ ഹീറ്റ് എനിക്ക് തന്നിട്ടുള്ളത് എത്രയാ? സെൻസിബിൾ ഹീറ്റ് അത് റൂമിലുള്ളതായതുകൊണ്ട് നമ്മൾ റൂം സെൻസിബിൾ ഹീറ്റ് എന്നാ പറയാ. ഓക്കെ, റൂം സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ആണ്. ഈക്വൽ ടു എനിക്ക് തന്നിട്ടുള്ളത് 84,000 കിലോ ജൂൾ പെർ ഹവറിലാണ്. തൽക്കാലം അത് ഹവറിൽ തന്നെ കിടക്കട്ടെ. ഇനി റൂമിലെ ലാറ്റന്റ് ഹീറ്റും എനിക്ക് തന്നിട്ടുണ്ട്, അത് വരുന്നത് 21,000 കിലോ ജൂൾ പെർ ഹവറിലാണ്. അപ്പൊ എനിക്ക് ടോട്ടൽ ഹീറ്റ് എത്ര കിട്ടും? റൂമിന്റെ ടോട്ടൽ ഹീറ്റ് എത്ര കിട്ടും? 0.0415 8 2 10 10. അപ്പോൾ 1,50,000 കിട്ടും അല്ലേ? അപ്പൊ ഇത്രയും വലിയ വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് നമുക്ക് സെക്കൻഡിലേക്ക് തന്നെ മാറ്റിയിട്ട് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, വലിയ വാല്യൂ കിട്ടിയോണ്ടാണ് ഞാൻ ഇവിടെ മാറ്റി എഴുതുന്നുണ്ട്. റൂമിലുള്ള സെൻസിബിൾ ഹീറ്റ് തന്നിട്ടുണ്ട് 84,000 കിലോ ജൂൾ പെർ അവർ എന്ന് വെച്ചാൽ എത്രയാണ്? 84,000 ഡിവൈഡ് ബൈ അവറിനെ സെക്കൻഡിലേക്ക് മാറ്റൽ എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 3,600. 0 0 ക്യാൻസലായി. 840 ഡിവൈഡ് ബൈ 36. ഓൾമോസ്റ്റ് എത്ര കിട്ടും? 23.33 കിലോ ജൂൾ പെർ. ഇതിനെയാണ് നമ്മൾ കിലോ വാട്ട് എന്ന് വിളിക്കാം. ഇപ്പൊ റൂം സെൻസിബിൾ ഹീറ്റ് ആയി. റൂം ലാറ്റന്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 21,000 കിലോ ജൂൾ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത്. ഹവറിനെ നമ്മൾ എന്താക്കണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ 21,000 ഡിവൈഡഡ് ബൈ 3,600. 0 0 ക്യാൻസലായി, വിച്ച് ഇസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 5.833 കിലോ. അങ്ങനെയാണെങ്കിൽ റൂം ലാറ്റന്റ് ഹീറ്റ് എത്രയായിരിക്കും? 23. റൂമിലെ ടോട്ടൽ ഹീറ്റ്, റൂം ടോട്ടൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു 23.33 പ്ലസ് സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ് 5.833 ഈസ് ഈക്വൽ ടു കൂട്ടി എത്ര കിട്ടുക? 29.16 കിലോ വാട്ട്. അപ്പൊ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാമല്ലോ, എത്ര ഉണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ആയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഈ ബാക്കി പരിപാടികളൊക്കെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രം നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പൊ കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. താത്തണല്ലോ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ നമുക്കിവിടെ റൂമിന്റെ കാര്യമാണെങ്കിൽ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലുള്ള സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂമിലുള്ള സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂമിലുള്ള ലാറ്റന്റ് ഹീറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു റൂമിലുള്ള സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂമിലുള്ള ടോട്ടൽ ഹീറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്.
അത് ഈക്വൽ ടു എനിക്ക് എത്രയാ സെൻസിബിൾ ഹീറ്റ് എത്രയായിരുന്നു 5 അല്ല 5 അല്ല 23.33 സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ് 29.16 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു പോയിന്റ് വാല്യൂ കിട്ടുമല്ലോ. എത്ര കിട്ടിയേ 0.8. ഇതാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് എന്തിനാ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമ്മളെ ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കാണാം. ഇതുവരെ ഞാൻ പറയാണ്ട് വെച്ചൊരു ഐറ്റം ഉണ്ട്. ഈ ഗ്രാഫിന്റെ അകത്ത് നിങ്ങൾ ഇങ്ങേ അറ്റത്തേക്ക് നോക്കി ഒരു മഞ്ഞ കളർ സ്കെയിൽ കാണാം. റൈറ്റ് സൈഡിൽ ഒരു മഞ്ഞ കളർ സ്കെയിൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. കാണാൻ പറ്റണ്ട? റൈറ്റ് സൈഡ്, ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് പോവാൻ ഞാനിവിടെ ഒരു പോയിന്റർ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം, ഒരു മഞ്ഞ കളർ സ്കെയിൽ. ഇത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കത് തന്നിട്ടുള്ളത്. ഇനി അത് എന്തിനാ തന്നിരുന്നു, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ എത്രയായിരുന്നു? 0.8 ആണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 0.80 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? 0.80 എന്ന് പറയുന്ന വാല്യൂ ഇവിടെയുള്ളത്. ഓക്കെ, 0.80 നമ്മളെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈനും ഉണ്ട്. അതിങ്ങനെയായിരിക്കും പോവാൻ വെക്കാറല്ലേ? അത് വിട്ടെ. അപ്പം ഞാൻ തൽക്കാലം ഇതാണ് നമ്മളെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഇപ്പം കണ്ടുപിടിച്ചിട്ടില്ല, ഈ ഒരു പ്രോബ്ലത്തിലുള്ള റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമ്മളിവിടെ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. സമാധാനത്തിൽ നോക്കുക. വളരെയധികം 10 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അതുകൊണ്ടാണ് ഇത്രയും വരക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ കാണാം. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിച്ചത് കാണാൻ പറ്റും. അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അളവലാതി വൃത്തികൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിട്ട് ഇനി 0.8 മാത്രം ഞാൻ അവിടെ വെക്കുന്നത്. സീറോ 0.80 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മാത്രമാണ്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പം ചെയ്ത് നമ്മളുടെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്തിനാണ് കണ്ടുപിടിക്കുക വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അലൈൻമെന്റ് സർക്കിൾ എന്നൊരു സാധനത്തിൻ്റെ പേരുണ്ട്. ഒരു പുതിയ വസ്തുവാണ് അടുത്ത പറയാൻ പോകുന്നത്. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും അടുത്ത പേരാണ് അലൈൻമെന്റ് സർക്കിൾ. അലൈൻമെന്റ് സർക്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോളുക. പുതിയൊരു സാധനം കൂടി പറയാൻ പോകുന്നതാണ് അലൈൻമെന്റ് സർക്കിൾ. അലൈൻമെന്റ് സർക്കിൾ എന്താണെന്ന് ആരും ക്വസ്റ്റ്യൻ ചോദിക്കൂല. അലൈൻമെന്റ് സർക്കിൾ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളെ ഈ ഒരു സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് ആ ഒരു പോയിന്റിനെ അവിടെ സ്പെസിഫൈ ചെയ്ത് വെച്ചോളാം. അതെല്ലാ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ഈ സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത്, സമ്മർ ആയാലും വിന്റർ ആയാലും എല്ലാത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരൊറ്റ സാധനം ഉണ്ട്. അതിനെയാണ് അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുന്നത്. അലൈൻമെന്റ് സർക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24°C ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്ന പോയിന്റിനെയാണ് അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയാം. ചില ടെക്സ്റ്റിൻ്റെ അകത്ത് ഇത് 25 എടുക്കുന്നുണ്ട്. 25 എടുത്താലും പ്രശ്നമൊന്നുമില്ല. 24 എടുക്കുക അല്ലെ 25 എടുക്കുക. 24°C DBTയും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ആ ഒരു പോയിന്റ് നമ്മൾ അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് മനുഷ്യന്മാരുടെ കംഫർട്ട് സോണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കുക മിക്കവാറും ഈ ഒരു ഇതിൻ്റെ അകത്തായിരിക്കും. 24°C 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണെങ്കിലായിരിക്കും ഏതൊരു വ്യക്തിയും ഭയങ്കര കംഫർട്ടായിട്ടിരിക്കുക. നമുക്കതൊന്ന് നോക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് എവിടെയാണ് വരുന്നത്? 25°C 25°C അകത്ത് ഞാനിങ്ങനെ മുകളിലോട്ടേക്ക് വന്നിട്ട് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും, അതായത് എവിടെയാണ് വരുന്നത്? നമ്മളെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് വന്നൊരു പ്രശ്നമാണ് ഇത്. അത് നമ്മളെ ഇൻസൈഡ് റൂം കണ്ടീഷനിൽ തന്നെ ആയിപ്പോയി.
ഇൻസൈഡ് റൂം കണ്ടീഷൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. കാരണം നമുക്ക് ഇൻസൈഡ് റൂം കണ്ടീഷൻ തന്നിട്ടുള്ളത് അത് തന്നെയാണ് അല്ലേ. 25 ഓ ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസമുണ്ട്. ഞാൻ 25 എന്നാണ് ഇപ്പോൾ എടുത്തത്. നമുക്ക് വലിയ വിഷയമില്ല. 24°C 25ൻ്റെ കുറച്ച് ഇപ്പുറമാണ് 24 ഉള്ളത്. 24 ഇങ്ങനെ പൊക്കി 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈന് ഇവിടെയാണ് വരിക അലൈൻമെന്റ് സർക്കിൾ. ഇൻസൈഡ് റൂം കണ്ടീഷൻ അപ്പുറം ഉണ്ട്. അലൈൻമെന്റ് സർക്കിൾ വരുന്നത് ഇവിടെയാണ്. ഈ ഒരു പോയിന്റ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനാണ് നമ്മൾ അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഇതെല്ലാ പ്രോബ്ലത്തിന്റെ അകത്ത് ഈ പോയിന്റ് തന്നെയാണ്. 24°C ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഈ ഒരു പോയിന്റിനാണ് അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയുക. അലൈൻമെന്റ് സർക്കിളിന്റെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ തൽക്കാലം നമുക്ക് ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അലൈൻമെന്റ് സർക്കിൾ എന്താണെന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ തരാം. വേറെ എന്തോ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കണ്ടീഷൻ ഏതാണ്ട് ഈ ഒരു പോയിന്റാണ്. ഇതാണ് ഔട്ട്സൈഡ് കണ്ടീഷൻ. ഇൻസൈഡ് കണ്ടീഷൻ എനിക്ക് തന്നിട്ടുള്ളത് ഇവിടെയാണെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ ഇൻസൈഡ് കണ്ടീഷൻ. സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് ഈ ഒരു വരുത്തിനായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം കണ്ടുപിടിച്ച പോലെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് ഇൻ കേസ് എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊരു സാമ്പിൾ എടുക്കുകയാണ്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് 0.9 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നേരെ പോയിട്ട് ഇവിടെ 0.9 സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിന് എടുക്കുക. 0.9 മാർക്ക് ചെയ്തോളാം. അത് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അലൈൻമെന്റ് സർക്കിളും മാർക്ക് ചെയ്തോളാം. അലൈൻമെന്റ് സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള പോയിന്റിനെയാണ് നമ്മൾ അലൈൻമെന്റ് സർക്കിൾ എന്ന് പറയാം. അതെവിടെ വരുന്നത്? 24°C 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതല്ലേ, ഇതാണ് എൻ്റെ അലൈൻമെന്റ് സർക്കിൾ. അത് പ്രത്യേകിച്ച് അവിടെ പേരോ ഒന്നും എഴുതണ്ട, പേരും നാളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റിനാണ് അലൈൻമെന്റ് സർക്കിൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം വരച്ച പോലെ ഇവിടെ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈനും കൂടി വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വരച്ചിട്ടില്ലേ, അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പുതിയ മഞ്ഞ കളർ ലൈൻ വന്നിട്ടുള്ളത്, ഇതിനെ ആ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിന്റെ പേരാണെന്തെന്ന്, ഈ മഞ്ഞ കളർ ലൈന് ഇതിന്റെ പേരാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അലൈൻമെന്റ് സർക്കിളും ഇതും വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ പേരാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളത് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ചെയ്യാം. 2 ടേംസാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോബ്ലമായിട്ട് ബേസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് അലൈൻമെന്റ് സർക്കിള്, വലിയ സംഭവമൊന്നുമല്ല. 24°C DBTയും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള സാധനത്തിനാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതും നമ്മൾ അലൈൻമെന്റ് സർക്കിളും കൂടി ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ? ഔട്ട്സൈഡ് കണ്ടീഷൻ, ഇൻസൈഡ് കണ്ടീഷൻ, അലൈൻമെന്റ് സർക്കിള്, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്തിനാന്ന് വരച്ചതും അതിന്റെ ഉപയോഗങ്ങൾ എന്താന്ന് അറിയണമെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് പോകാൻ തോന്നും. ഓക്കെ, അതിന്റെ പോയിന്റിന്റെ ഉപയോഗങ്ങളും കൂടി പറഞ്ഞു. നമ്മൾ ലൈൻ തന്നെ എടുക്കാം. നമുക്ക് ഇൻസൈഡ് റൂം കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഇൻസൈഡ് റൂം കണ്ടീഷൻ ഐ ആണ്, ഇവിടെ ഉണ്ട്. ഈ ഐനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ മഞ്ഞ കളർ ലൈൻ ഉണ്ടല്ലോ, അതിന് പാരലായിട്ട് ഒരു ലൈൻ വരക്കും. ഇതാണ് നമ്മളെ ശരിക്കുള്ള ലൈൻ വരുന്നത്. ഈ ഐനെ ബേസ് ചെയ്തിട്ട് അതിന് പാരലായിട്ട് ഒരു ലൈൻ, പാരലായിട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നീളത്തിൽ വരക്കുന്നത്. ഐ കൂടെ നിങ്ങൾക്ക് ഒരു പാരലായിട്ട് ഒരു ലൈന് പോകുന്നതാണ്. ഏതിനാണ് പാരലൽ? സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിന് പാരലായിട്ട് ഒരു ലൈന് പോകുന്നതാണ്. അത് പോകുന്നത് ഐയിൽ കൂടെയാണ് പോകുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമ്മളെ ബാക്കിയുള്ള കൂളിംഗ് പ്രോസസ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഔട്ട്ഡോർ കണ്ടീഷൻ അവിടെ ഉണ്ട്, അതെല്ലാം അവിടെ കിടന്നോട്ട്. ഔട്ട്ഡോർ ഒക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഞാനിപ്പം വരച്ചിട്ടുള്ള ലൈന് പക്ഷേങ്കിൽ ഒരു സാധനത്തിന് പാരലായിട്ടാണ്. ആ സാധനത്തിന്റെ പേരാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. അതിന് പാരലായിട്ട് ഞാനൊരു വലിയ പച്ചക്കളർ ലൈൻ വരച്ചിട്ടുണ്ട്. വലിയ പച്ചക്കളർ ലൈൻ വരക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിന് പാരലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഇത് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻസിബിൾ ഹീറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, പാരലൽ ആയിരിക്കും ഈ രണ്ടും. പക്ഷെ അത് പാരലായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ബേസ് ചെയ്തിട്ട് വേണം പോകാൻ? ഐ എന്ന് പറഞ്ഞ സാധനം, ഇൻസൈഡ് കണ്ടീഷൻ, അതാണ് നമ്മളെ ലക്ഷ്യം. ഇൻസൈഡ് കണ്ടീഷനെ ലക്ഷ്യമാക്കി വെച്ചിട്ട് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചോളാം. ഇത്രയും സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്താണ്? ഔട്ട്ഡോറും ഔട്ട്ഡോറും ആൻഡ് ഇൻഡോർ കണ്ടീഷനും മാർക്ക് ചെയ്തോളാം. എല്ലാ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഈ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്ത് നിങ്ങൾ ഡിസൈനൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിച്ചോളുക. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ മൂന്നാം സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും ആൻഡ് അലൈൻമെന്റ് സർക്കിളും കൂടി ചേർന്ന ലൈന് വരച്ചോളുക. ആ ലൈന് വരച്ച നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂം കണ്ടീഷൻ വെച്ചിട്ട് പാരലൽ ലൈന് വരക്കുക. പാരലൽ ലൈൻ ടു ബേസ് ലൈൻ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈനിനെ നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ആ ബേസ് ലൈനിന് പാരലായിട്ട് റൂം ഡിസൈൻ കണ്ടീഷനിൽ ഒരു ലൈൻ അങ്ങ് വരച്ചോളാം. നീട്ടി ഒരു വര വരച്ചോ, ചെറുതാക്കൊന്നും വേണ്ട. എന്നാലേ നമുക്ക് പാരലാണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും സെറ്റപ്പ്, 4 സ്റ്റെപ്പ് പ്രൊസീജിയർ, 4 പ്രൊസീജിയറാണ് ഇന്ന് പഠിക്കുന്നത്. ബാക്കിയുള്ള 2-3 സ്റ്റെപ്പും കൂടിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാം. ഓക്കെ, അന്നേരം ആയിപ്പോയി.